കേരളത്തിലെ ഏറ്റവും മികച്ച ക്രാഷ് കോഴ്സുകളുമായി എജുപോർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താണ്. നിങ്ങൾ +2 ശേഷം നീറ്റ്, കീം അല്ലെങ്കിൽ CUET പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 3 എക്സാംസിനുമായിട്ട് നീറ്റിന് സെപ്പറേറ്റ്, കീമിനും അതേപോലെ CUETക്കുമുള്ള ക്രാഷ് കോഴ്സുകൾ എജുപോർട്ട് ലോഞ്ച് ചെയ്യുവാണ്. ആൻഡ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് December 28 പ്രൈസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കീം ക്രാഷ് കോഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ പ്രൈസ് വരുന്നത് വെറും 4499 rupees ആണ്. നീറ്റ് കോഴ്സ് ആണെങ്കിലും നീറ്റിന്റെ ക്രാഷ് ബാച്ച് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 4499 ആണ്. ബട്ട് CUET ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഫീ വരുന്നത് ഏകദേശം 5999 ആയിരിക്കും. സോ ഈ ഡിസംബർ മുതൽ തുടങ്ങുന്ന ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് നമ്മൾ ഈ തരുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടാവില്ല. ആദ്യം വരുന്ന പഠിക്കാൻ താല്പര്യമുള്ള ഇതിലേക്ക് ഏറ്റവും ഫസ്റ്റ് ചാടി കയറി വരുന്ന 1000 കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്. ഈ ഒരു ക്രാഷ് ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് +2 ഉള്ള ക്രാഷ് ബൂസ്റ്റർ ബാച്ച്, അതായത് നമ്മളുടെ ബോർഡ് എക്സാമിന്റെ റിവിഷൻ ബാച്ച് ആയിട്ടുള്ള ബൂസ്റ്റർ ബാച്ച് ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ +2 എക്സാമിന് ശേഷം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഇന്റൻസീവ് ക്രാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഫ്രീ ആയിരിക്കും. അതായത് ആ ക്ലാസ്സസും കൂടെ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. ആൻഡ് ഈ ക്ലാസ്സസ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് +2 എക്സാംസിന്റെ പോർഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മളുടെ +1 +2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോർമലി ഇത്രയും കാലം എങ്ങനെയായിരുന്നു, നോർമലി ഒരു +1 +2 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ലെവൽ കൂടിയ ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ബ്രൈറ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്തൊരു കുട്ടിക്ക് മാത്രമേ ഫുൾ മാർക്ക് എന്നുള്ള ഒരു ഡ്രീമിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ. സോ നിങ്ങൾ ആ ഒരു ഡ്രീമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് വഴി നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നീറ്റിന്റെ അതേപോലെ കീമിന്റെ അല്ലെങ്കിൽ CUET കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നുണ്ടാവുക. സോ ഈ ഒരു ടൈപ്പ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് +2 ബോർഡ് എക്സാം വിൽ ബി കംപ്ലീറ്റ്ലി ഈസി. അപ്പൊ നിങ്ങൾ ഒരു ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് വഴി ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇനി നിങ്ങളുടെ ബോർഡ് എക്സാമിനെ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ നീറ്റ് എക്സാം അല്ലെങ്കിൽ കീം എക്സാം അല്ലെങ്കിൽ CUETനെ കുറിച്ച് നിങ്ങൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. രണ്ടും കൂടെ നമുക്ക് ഒരൊറ്റ കോഴ്സിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫ്രീ മെന്റർഷിപ്പ് ആണ്. ഫ്രീ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മാത്രം എക്സ്ക്ലൂസീവ് ഫീച്ചർ ആണത്. നിങ്ങൾ ഓരോ സമയത്തും എല്ലാ ദിവസവും നിങ്ങളെ നോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ എക്സാംസ് എഴുതുന്നുണ്ടോ, നിങ്ങളുടെ ഷെഡ്യൂൾ എവിടെ എത്തി എന്നുള്ള രീതിയിൽ നിങ്ങളെ കംപ്ലീറ്റ്ലി കെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പേഴ്സണൽ മെന്റർ എന്ത് ചെയ്യുന്നുണ്ടാവും, എജുപോർട്ടിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മെന്ററിൻ്റെ അടുത്ത് പറയാം. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാം. ഇതിനെല്ലാമായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സണൽ മെന്ററിനെ തന്നെ നമ്മൾ തരാൻ പോകുന്നത്. ഇനി എന്തിനാണ് ഈ ക്രാഷ് ബാച്ച് എന്ന് ചോദിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ നീറ്റിനും കീമിനും CUETക്കൊക്കെ എന്തിനാ ക്രാഷ് ബാച്ച് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ യു വിൽ ബി ദ ബെസ്റ്റ്. നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഏർലിയ സ്റ്റാർ ആണോ തുടങ്ങുന്നത് അവരായിരിക്കും എപ്പോഴും മുൻപിലുണ്ടാവുക. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എത്രയും നേരത്തെ തുടങ്ങുന്നോ അത്രയും നിങ്ങൾക്ക് അതിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളതാണ്. സോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണം നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നീറ്റിന് പോകണോ അല്ലെങ്കിൽ കീമിന്റെ കോഴ്സ് എടുത്തിട്ടാണോ പോകേണ്ടത് അല്ലെങ്കിൽ CUET വഴി പോകണോ എന്നുള്ളത് ഓൾറെഡി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. സോ ആ ഒരു പാതയിലേക്ക്, ആ ഒരു റൈറ്റ് പാത്തിലേക്ക് നിങ്ങൾക്കൊരു റൈറ്റ് ഡിറക്ഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാതി വഴിയിൽ നിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ എത്രയും നേരത്തെ തന്നെ നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുന്നോ അത്രയും നേരത്തെ അല്ലെങ്കിൽ അത്രയും അടിപൊളിയായിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട്സിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ നിങ്ങൾക്ക് നീറ്റ് ആണെന്നുണ്ടെങ്കിൽ നീറ്റിന് രജിസ്റ്റർ ചെയ്യാം, കീം ആണെന്നുണ്ടെങ്കിൽ കീമിന് രജിസ്റ്റർ ചെയ്യാം, അതേപോലെ CUET ആണെന്നുണ്ടെങ്കിൽ CUETക്ക് രജിസ്റ്റർ ചെയ്യാം. സോ തീരുമാനിക്കാനുള്ളത് പെട്ടെന്ന് തീരുമാനിക്കണം. കാരണം കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് പറയും, ഞാൻ എജുപോർട്ടിൽ ചേർന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് അടിപൊളി കോഴ്സ് അല്ലെങ്കിൽ മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും എന്നാൽ പിന്നെ ഞാനും ജോയിൻ ചെയ്യാം. പക്ഷേ അപ്പോഴേക്ക് ഈ 1000 സ്റ്റുഡൻസ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നോർമൽ പ്രൈസ് റേഞ്ചിലേക്ക് എത്തും. സോ ഇപ്പോഴേ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ 1000ൽ നിങ്ങളെയും കൺസിഡർ ചെയ്യുന്നുള്ളതാണ്. സോ ഇത്രയും ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ തരാനുള്ള ഒരു കാരണം നിങ്ങളെല്ലാവരും കിടിലമായിട്ട് പഠിക്കണം, നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങളെല്ലാവരെയും നമ്മളെ കൊണ്ട് എത്തിക്കാൻ പറ്റണം എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു തോട്ടിൽ മാത്രമാണ്. സോ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ വിജയത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിജയത്തിലേക്ക് നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും എല്ലാം തരാനും ഫുൾ ടൈം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുള്ള ഒരു ഉറപ്പും കൂടിയാണ് ഇതിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ രജിസ്റ്റർ ചെയ്യാൻ ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ഒന്ന് കയറിയിട്ട് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ കോഴ്സസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇതിലേക്ക് താല്പര്യം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്താൽ മതി, ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടും കൂടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയാം. സോ
See you in EduPort.